തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാന ഹൈലൈറ്റുകളിലൊന്ന് കുടമാറ്റമാണ്. ഇത്തവണയും തേക്കിൻകാടിനെയും പൂരപ്രേമികളെയും ഹരം കൊള്ളിച്ചായിരുന്നു കുടമാറ്റം. സത്യത്തിൽ ഈ കുടമാറ്റത്തിന് പിന്നിലെ കഥ എന്താണ്? എന്നു മുതലാണ് തൃശൂർ പൂരത്തിൽ കുടമാറ്റം ആരംഭിച്ചത്? ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയപ്പോൾ ഇന്നത്തെ പോലെയുള്ള കുടമാറ്റം ഉണ്ടായിരുന്നില്ല. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ, പാറമേക്കാവ് ഭഗവതി ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞും തിരുവമ്പാടി ഭഗവതി അവരുടെ മേളം കഴിഞ്ഞും വടക്കുന്നാഥനെ പ്രദക്ഷിണം കഴിഞ്ഞ് തെക്കേ വാതിലിറങ്ങി ഇതുപോലെ തന്നെ നിന്ന് പരസ്പരം 15 ആനകൾ നിന്ന് ചെറിയ ഒരു മേളത്തോടെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാറാണ് പതിവ്. ഒരു കൊല്ലം, ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവമ്പാടി വിഭാഗക്കാർ സാധാരണ ചുവന്ന കുടകളും നടുവിൽ പച്ച കുടയായിട്ടാണ് വരിക, 2 കൂട്ടരും. അപ്പോൾ തിരുവമ്പാടി വിഭാഗക്കാർ പുറത്തിറങ്ങി 2 കൂട്ടരും ഒരേപോലെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ചുവന്ന കുട മാറ്റി എല്ലാ ആനകൾക്കും പച്ച കുടകളാണ് കയറ്റിയാണ്. പാറമേക്കാവ് വിഭാഗം അന്താളിച്ച് പോയി. അന്ന് പൂരം തൃശ്ശൂരിലെ ആളുകളാണ് പ്രധാനമായും കാണുന്നുള്ളൂ. 100 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1920-25 കാലം. അപ്പം തന്നെ അവിടെ നിന്നിരുന്ന ആളുകളിൽ നിന്ന് 15 ഓലക്കുടകൾ വാങ്ങി ഇവർ ഈ കുട മാറ്റി ഓലക്കുട അങ്ങോട്ട് കയറ്റി. ഓലക്കുട കയറ്റിയപ്പോൾ വല്ലാത്തൊരു ആവേശമാണ് അക്കാലത്തെ ആളുകൾക്ക് അതിന് കിട്ടിയത്രേ. അപ്പോൾ പിറ്റേ കൊല്ലം തൊട്ട് 2-3 സെറ്റ് കുടകൾ 2 കൂട്ടരും മാറി തുടങ്ങി. അത് 2-3 സെറ്റ് കുടകൾ 5 സെറ്റായി, 10 സെറ്റായി, 15 സെറ്റായി, 20 സെറ്റായി, 30 സെറ്റായി. ഇപ്പോൾ 60 സെറ്റ് കുടകൾ വീതം 2 കൂട്ടരും മാറുന്നുണ്ട്. പിന്നെ കാലാതിവർത്തിയായിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ അതിൽ വരികയാണ്. LED കുടകളായാലും വിവിധ രൂപങ്ങളായാലും ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പഴയ കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു 6:30 ആകുമ്പോഴേക്കും കുടമാറ്റം തീരും. 25-30 സെറ്റ് കുട ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ 60-ലധികം സെറ്റ് കുട ഓരോരുത്തരും മാറിയിട്ടുണ്ട്. ആ രൂപങ്ങളൊക്കെ വേറെ. അപ്പോൾ ഇത്രയും കുട മാറുമ്പോൾ സമയം വൈകുന്നു. പക്ഷേ LED കുട മാറണമെങ്കിൽ ഇരുട്ടായിട്ട് മാറിയാലേ LED കുടയ്ക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുടമാറ്റം ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സാധനമാണ്. സാധാരണ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്ന ഒന്നാണ് കുടമാറ്റം. അത് ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾ വരെ ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ് കുടമാറ്റം ഉണ്ടാവുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായുള്ള കുടമാറ്റമാണ് പിന്നെ പല സ്ഥലങ്ങളിലും വ്യാപിച്ച് ഇപ്പോൾ എല്ലായിടത്തും എവിടെ കുടമാറ്റം ഉണ്ടെങ്കിലും തൃശ്ശൂരിൽ നിന്ന് പാറമേക്കാവിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നും കുട കൊണ്ടുപോയിട്ടുള്ള കുടമാറ്റം ഈ ലോകത്ത് തന്നെ നടക്കണുള്ളൂ.